കുറ്റം ചെയ്യുന്നവരെ രക്ഷപ്പെടുത്താൻ ഇനി അഡ്വക്കേറ്റ് ആളൂരില്ല. ഇത് സിനിമയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണമുണ്ടായിരുന്നത്. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. BA ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഗോവിന്ദൻചാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീല് ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഗ്രീഷ്മയുടെ കാര്യത്തിലായാലും ജോളിയമ്മയുടെ കാര്യത്തിലായാലും ഇനിയുള്ള ഒരുപാട് പ്രതികളുടെ കാര്യത്തിലായാലും അയാൾ ആ കുറ്റം ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഇനി വാദിക്കുവോ? ഒരു പക്ഷെ എന്നെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? ഇനി ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറെ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാള് കൊണ്ടുപോയില്ലേ ഒന്നും. സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആള് വാദിക്കാൻ വന്നു, ആള് വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിൽ ഇതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതി ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം, അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദൻചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച് പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം.